നമുക്ക് കോളിഫ്ലവർ മസാലക്കറി തയ്യാറാക്കാം. അപ്പോൾ മാരിനേഷന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 15 ചുവന്നുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഷ്ണങ്ങൾ കൂടി ചേർത്ത് 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കോരി മാറ്റി വെക്കാം. ഇനി ഈ കോളിഫ്ലവർ കഷ്ണങ്ങളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയി തുടങ്ങുന്ന സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഷ്ണങ്ങൾ ചേർത്ത് 10 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ രുചികരമായ കോളിഫ്ലവർ മസാലക്കറി റെഡി.